മലയാളി എവിടെ ചെന്നാലും പൊളിയല്ലേ. ഏതൊരു നാട്ടിലും മലയാളിയുടെ സാന്നിധ്യം ഉണ്ടാകും. മലയാളികൾ എല്ലാ നാട്ടിലും തങ്ങളുടേതായ സാന്നിധ്യം അറിയിക്കുന്നതിന് പ്രത്യേകമായ പല കാരണങ്ങളും ഉണ്ടെന്ന് പറയുന്നതാണ് സത്യം. അത്തരത്തിലുള്ള ഒരു കാരണം തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും നടന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഉപമന്ത്രിയെ വിറപ്പിച്ച അഞ്ജന IPS. ആരാണ് ആ പെൺകുട്ടി? എല്ലാവരും ശ്രദ്ധിച്ചൊരു പേരാണ്. ഇന്നലെ സോഷ്യൽ മീഡിയ ലോകം മുഴുവൻ ഈ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അഞ്ജന കൃഷ്ണ IPS എന്ന ഈ പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കാൻ കാരണങ്ങളേറെയാണ്. മഹാരാഷ്ട്രയിലെ ഖനന മാഫിയയെ വിറപ്പിച്ച ഈ പെൺകുട്ടി ആരാണെന്ന് വലിയ തോതിൽ തന്നെ അത് ചർച്ച നേടുകയും ചെയ്തു. പിന്നീടാണ് തിരുവനന്തപുരം സ്വദേശിയായ മലയാളിയാണ് ഈ പെൺപുലി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. മന്ത്രിയുടെ ഫോൺ കോൾ വന്നിട്ട് പോലും തന്റെ ഔദ്യോഗിക കൃത്യത്തിൽ നിന്നും പിന്മാറാതെ ആരുടെയും ഭീഷണിക്ക് വഴങ്ങാതെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് അഞ്ജന. ഖനനം നിർത്തുവാൻ വേണ്ടി എത്തിയതായിരുന്നു അഞ്ജന അവിടെ. അപ്പോഴാണ് ആ ഒരു ഫോൺ വന്നത്. അതും ഉപമുഖ്യമന്ത്രിയുടേത്. നിങ്ങൾക്ക് എന്നെ പേടിയില്ലേ എന്ന തരത്തിൽ ഈഗോ ഹർട്ടായാണ് അയാൾ സംസാരിച്ചത്. ആരൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല എന്ന തരത്തിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കൂ എന്ന് അഞ്ജന പറഞ്ഞതോടെ ഇനി എന്തു മറുപടി പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു ഉപമുഖ്യമന്ത്രി. എന്നാൽ ഉടനെ അയാൾ ഭീഷണിയുടെ സ്വരമെടുത്തു. തന്നെ പോലെയുള്ള ആളുകളെ ഭയപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ സംസാരിച്ച സമയത്താണ് ഫോൺ കോൾ പുറം ലോകം അറിയുന്നത്. സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായതോടെ അയാൾ അടവ് മാറ്റി. തനിക്ക് സ്ത്രീകളോടും അതേപോലെ സ്ഥിതിഗതികൾ വ്യക്തമാക്കുവാൻ വേണ്ടിയുമാണ് താൻ ഫോൺ വിളിച്ചത്. സ്ത്രീകളോട് തനിക്ക് ബഹുമാനമാണ്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സ്ത്രീകളോടില്ല. പലരും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ സ്ഥിതിഗതികളൊന്ന് മയപ്പെടുത്തുവാൻ വേണ്ടിയാണ് താൻ ഫോൺ വിളിച്ചത് എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അയാളുടെ സുഹൃത്തുക്കൾ പറഞ്ഞതാവട്ടെ വളരെ സ്വാഭാവികമായി അയാൾ സംസാരിക്കുന്ന രീതിയാണിത്. ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും അതിൽ ഉണ്ടായിട്ടില്ല എന്ന്. എന്നാൽ നമ്മുടെ പെൺപുലി അഞ്ജന വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആരാണെങ്കിലും എന്റെ ഫോണിൽ നേരിട്ട് വിളിക്കൂ എന്നാണ് അവർ പറഞ്ഞത്. 4 പ്രാവശ്യത്തെ ബുദ്ധിമുട്ടുകൾക്ക് ശേഷമാണ് IPS എന്ന സ്വപ്നം അഞ്ജന സ്വന്തമാക്കുന്നത്. ഇതിനിടയിൽ മലയാളത്തിലെ ഒരു ചാനലിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജേർണലിസത്തിലും വലിയ താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിൽ ഇതിനോടകം തന്നെ അഞ്ജനയ്ക്ക് ഒരു ശത്രുതാ വലയം ഉണ്ടായെന്ന് പറയുന്നതാണ് സത്യം. അവർ പറയുന്നതാവട്ടെ അഞ്ജനയുടെ UPSC പോലെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ്. അഞ്ജന കൃത്രിമ മാർഗത്തിലൂടെയാണോ സർവീസിൽ കയറിയത് എന്ന് അറിയണമെന്ന്. എന്നാൽ 4 പ്രാവശ്യത്തെ സ്വപ്നത്തിന് ശേഷമാണ് IPS എന്ന സ്വപ്നം അഞ്ജന സാക്ഷാത്കരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ IPS പഠിച്ച് പാസ്സായി തന്നെയാണ് ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ അഞ്ജന ഇരിക്കുന്നത്. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിനിയാണ് അഞ്ജന. അഞ്ജന ഇപ്പോൾ മലയാളിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്.